അപ്പൊ നമുക്ക് വെൽഡിംഗ് സിമ്പിൾസ് ആണ് നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ള ടോപ്പിക് എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പൊ നമ്മൾ വെൽഡിംഗ് സിമ്പിൾസിലേക്ക് പോകുമ്പോഴത്തേക്ക് വെൽഡിംഗ് സിമ്പിൾസ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? വൈ വെൽഡിംഗ് സിമ്പിൾസ് ആർ യൂസ്ഡ്? എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? നമുക്ക് ഏത് ജോയിന്റ് ആണ് പ്രിപ്പയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അറിയുന്നതിന് വേണ്ടിയിട്ടല്ലേ? അതെ, അതായത് വെൽഡർക്ക് നമ്മൾ ഇൻഫർമേഷൻ കൊടുക്കാനും വെൽഡിംഗ് നോക്കി നടത്തുന്ന ആളുകൾക്ക്, അതായത് സൂപ്പർവൈസേഴ്സിനും അതുപോലെ തന്നെ വെൽഡിംഗ് ചെക്ക് ചെയ്യാൻ വരുന്ന ആളുകൾക്കും അപ്പം അതുപോലെ പൈപ്പിംഗ് എഞ്ചിനീയേഴ്സിനും ഒക്കെ നമ്മൾ ഈ വെൽഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇൻഫർമേഷൻസ് കൺവേ ചെയ്യാനായിട്ട്, ഓക്കെ, ഫോർ ദ കൺവേയിങ് ഓഫ് ഇൻഫർമേഷൻ റിക്വയർഡ് ഫോർ എന്നാണ് വെൽഡിംഗ് ഫോർ ഡിസൈനേഴ്സ് വെൽഡേഴ്സ് സ്റ്റാൻഡേർഡ് സിമ്പിൾസ് ആർ യൂസ്ഡ്. അപ്പം ഇത്തരത്തിലുള്ള ആവശ്യങ്ങൾക്ക് നമ്മൾക്ക് ഒരു ഡ്രോയിങ് എടുത്തു കഴിഞ്ഞാൽ ഡ്രോയിങ്ങിൽ എന്ത് ചെയ്യില്ല, ഇപ്പം ഏത് വെൽഡാണ് അല്ലെ എത്രയുള്ള വെൽഡ്, എത്ര സൈസിന്റെ വെൽഡാണ്, അതിന്റെ ലെങ്ത്, അതിന്റെ തിക്നെസ്, അത്തരം കാര്യങ്ങളെല്ലാം നമുക്ക് ഒരിക്കലും ഒരു വെൽഡ് നോക്കുമ്പോൾ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നാത്ത രീതിയിൽ ചെറിയ സിമ്പിൾ ആയിട്ട് ഒരു ഡ്രോയിങ്ങിൽ കാണിക്കാനാണ് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞത്. അപ്പം അതുവഴി നമുക്ക് ഡ്രോയിങ് എന്ത് ചെയ്യാം, വളരെ സിമ്പിൾ ആയിട്ട് ഹെവി അല്ലാതാക്കാനായിട്ട് പറ്റും. അപ്പം ആ ഒരു കാര്യം കിട്ടാനായിട്ട് നമ്മൾ ചെയ്യുന്നത് പറഞ്ഞാൽ വെൽഡിംഗ് സിമ്പിൾസ് യൂസ് ചെയ്യാന്നുള്ളതാണ്. ഓക്കെ, വെൽഡിംഗ് സിമ്പിൾസ് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പം ആ വെൽഡിംഗ് സിമ്പിൾസ് കൊടുക്കുന്നത് എന്ന് പറയുന്നത് എന്തെല്ലാം ഇൻഫർമേഷൻസ് ആണെന്നാണ് പറയുന്നത്. ദ സിമ്പിൾസ് പ്രൊവൈഡ് ദ മീൻസ് ഓഫ് പ്ലേസിംഗ് ഓൺ ഡ്രോയിങ് ഇൻഫർമേഷൻ കൺസേണിങ് എന്താണ് ടൈപ്പ്, അതുപോലെ തന്നെ സൈസ്, അതുപോലെ തന്നെ ലൊക്കേഷൻ ഓഫ് വെൽഡ്മെന്റ്. അപ്പം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇതുപോലുള്ള മറ്റ് അനവധി കാര്യങ്ങളുമാണ് എന്ത് ചെയ്യുന്നത്, ഒരു വെൽഡിംഗ് സിമ്പിൾ ഉപയോഗിക്കുന്നതിലൂടെ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്നത്. അപ്പം നമ്മൾ ഡ്രോയിങ് ഒരു എന്താ പറയുക, ഒരു പൈപ്പിങ്ങിന്റെ ഡ്രോയിങ്ങോ അല്ലെങ്കിൽ ഒരു ഫാബ്രിക്കേഷൻ ഡ്രോയിങ്ങോ നോക്കുവാണെങ്കിൽ അതിൽ ആ ഒരു വെൽഡിങ് എങ്ങനെ ചെയ്യണം എന്നുള്ള ഐഡിയ ഒരു വെൽഡർക്കോ അല്ലെങ്കിൽ ആ വെൽഡിങ് ചെക്ക് ചെയ്യാൻ വരുന്ന ആൾക്കോ കൃത്യമായിട്ട് കിട്ടാനായിട്ട് ആവശ്യമായിട്ടുള്ള ഡേറ്റാസിനെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നതിനാണ് ഇത് പറയുന്നത് വെൽഡിംഗ് സിമ്പിൾ എന്ന് നമ്മൾ ബേസിക്കലി പറയുന്നത്, അല്ലെങ്കിൽ വെൽഡിംഗ് സിമ്പിളിന്റെ പർപ്പസ് എന്ന് പറയുന്നത്. ഓക്കെ, ഡെഫിനിഷൻ അതല്ല, ബട്ട് പർപ്പസ് എന്ന് പറയുന്നത് ഇതാണ്. ഇതിനുവേണ്ടിയാണ് നമ്മൾ വെൽഡിംഗ് സിമ്പിൾസ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ വെൽഡിംഗ് സിമ്പിൾ എന്തിനാണ് യൂസ് ചെയ്യുന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായിരുന്നു. അപ്പം നമുക്ക് എലമെന്ററി സിമ്പിൾസ് എന്താണെന്നുള്ള ഡെഫിനിഷൻ പഠിക്കണം. അപ്പം എലമെന്ററി സിമ്പിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ വെൽഡ് ഒക്കെ പറയുന്ന കേസ് വരുമ്പോഴത്തേക്ക് പല കാറ്റഗറി ഓഫ് സിമ്പിളുകളായിട്ട് നമ്മൾ അതിനെ വേർതിരിച്ച് പറയും. ഓക്കെ, അപ്പൊ അതിൽ ഒന്നാമത് നമ്മൾ പഠിക്കേണ്ട സിമ്പിൾ എന്ന് പറയുന്നത് എലമെന്ററി സിമ്പിൾസ് എന്താണെന്നാണ്. അപ്പം ദ ഡെഫിനിഷൻ എന്താണ്, ദ വേരിയസ് കാറ്റഗറീസ് ഓഫ് വെൽഡ്സ് ആർ ക്യാരക്ടറൈസ്ഡ് ബൈ എ സിമ്പിൾ. അല്ലെ, ഇപ്പൊ പലതരം വെൽഡുകളെ നമ്മൾ സിമ്പിൾ വെച്ചിട്ട് എന്ത് ചെയ്യാറുണ്ട്, ഒരു സിമ്പിൾ കൊടുത്തിട്ട് ഒരു വെൽഡിനെ കാണിക്കും, അടുത്തൊരു സിമ്പിൾ കൊടുത്ത് വേറൊരു വെൽഡിനെ കാണിക്കും. അപ്പം അത് ജനറലി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പാറ്റേൺ ആണ്. അല്ലെ, അപ്പൊ നമ്മൾ ഏതൊരു സിമ്പിൾ എടുത്താലും ആ സിമ്പിളിന് ഒരു ഷേപ്പ് ഓഫ് ദ വെൽഡ് നമുക്ക് അസൈൻ ചെയ്ത് വെക്കാൻ പറ്റും. അപ്പം നിങ്ങൾക്ക് ആ ഒരു സിമ്പിൾ കാണുമ്പോഴത്തേക്ക് ആ കറക്റ്റ് ഏത് വെൽഡാണ് ഉണ്ടാക്കേണ്ടതെന്നുള്ളത് മനസ്സിലാവും. അപ്പം അതിനെയാണ് നമ്മൾ എലമെന്ററി സിമ്പിൾ എന്ന് പറയുന്നത്. അല്ലെ, അപ്പം വേരിയസ് കാറ്റഗറീസ് ഓഫ് വെൽഡ് ആർ ക്യാരക്ടറൈസ്ഡ് ബൈ എ സിമ്പിൾ, ഓക്കെ, വിച്ച് ഇൻ ജനറലി സിമിലർ ടു എന്താണ് ദ ഷേപ്പ് ഓഫ് ദ വെൽഡ് ടു ബി മെയ്ഡ്. അപ്പൊ നമുക്ക് നിർമ്മിക്കേണ്ട അല്ലെങ്കിൽ വെൽഡ് ചെയ്തെടുക്കേണ്ട ആ വെൽഡിന്റെ ഷേപ്പ് അതിന് സിമിലർ ആയിട്ട് അതേപോലത്തെ ഒരു ഷേപ്പ് ആണ് ഈ ഒരു എലമെന്ററി സിമ്പിളുകൾക്ക് വരുന്നത്. ഓക്കെ, അപ്പൊ പല ടൈപ്പ് ഓഫ് വെൽഡ് അനുസരിച്ച് എന്ത് ചെയ്യും, പല ഷേപ്പുകൾ അസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ഏത് സിമ്പിൾ ആണോ ആ സിമ്പിൾ ഏത് വെൽഡാന്നുള്ളത് ആ ഷേപ്പ് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാനായിട്ട് പറ്റും. ഇതിനെയാണ് എലമെന്ററി സിമ്പിൾ നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പം അതായത് ഇപ്പൊ നിങ്ങൾ നമ്മള് ഫില്ലറ്റ്, ബട്ട് അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ നേരത്തെ കേട്ടിട്ടുണ്ടല്ലേ. അപ്പം അതൊക്കെ പേര് പറയുമ്പോൾ തന്നെ എലമെന്ററി സിമ്പിളിൽ ഫിഗർ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏത് ഷേപ്പിലാണ് ആ ഒരു നമ്മുടെ വെൽഡ് വരുന്നത് എന്നുള്ളത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പൊ അത്തരത്തിലുള്ള സിമ്പിൾസിനെയാണ് നമ്മളെന്ന് പറയുന്നത് എലമെന്ററി സിമ്പിൾ എന്ന് പറയുന്നത്. ഇപ്പൊ എലമെന്ററി സിമ്പിൾസിന്റെ ആ ഒരു എക്സാമ്പിൾസ് ഒന്ന് നോക്കിയേ. എലമെന്ററി സിമ്പിൾസിന്റെ എക്സാമ്പിൾസിൽ എന്തൊക്കെയാണ് പറയുന്നത്? ഒന്നാമത്തെ സിമ്പിൾ എന്താണ് പറയുന്നത്, ആ വലത് സൈഡിൽ കാണുന്ന ആ ഒരു സിമ്പിൾ കാണാൻ പറ്റും അല്ലെ, വലത് സൈഡിൽ ഒരു സിമ്പിൾ ഉണ്ട്. അതെന്ന് പറയുന്നത് നമുക്കൊരു ബട്ട് വെൽഡിന്റെ സിമ്പിൾ ആണല്ലേ. ആ ബട്ട് വെൽഡിന്റെ സിമ്പിൾ ആണ്, പ്ലസ് അതിനൊരു ഡെഫിനേഷൻ പറയുന്നത് എന്താണ്, ബട്ട് വെൽഡ് ബിറ്റ്വീൻ പ്ലേറ്റ്സ് വിത്ത് റൈസ്ഡ് എഡ്ജസ്. അല്ലെ, അപ്പൊ ബട്ട് വെൽഡ് ആണ്, പക്ഷെ അതിന്റെ ആ പ്ലേറ്റിന്റെ രണ്ട് എഡ്ജുകളും നമ്മൾ ഈ ഒരു നമ്മളുടെ ആ ഒരു ഷീറ്റ് മെറ്റലൊക്കെ പറയുന്ന പോലെ എഡ്ജിനെ ഒന്ന് ജസ്റ്റ് ഒന്ന് പൊക്കി വെച്ച ശേഷമായിരിക്കും അത് ചേർത്ത് വെക്കുന്നത്. അപ്പൊ ആ ഒരു എഡ്ജ് പൊങ്ങി നിൽക്കുന്ന ആ ഒരു ചെറിയൊരു ഹൈറ്റിനെയാണ് ആ ഒരു സിമ്പിളിൽ കാണിച്ചിരിക്കുന്നത്. അപ്പം ബട്ട് വെൽഡ് ആണ്, ബട്ട് അതിന്റെ എഡ്ജ് ഒരല്പം പൊക്കി വെച്ചിട്ടുണ്ട് ആ ഒരു പ്ലേറ്റുകളുടെ. ഓക്കെ, അപ്പം അതാണ് ഫസ്റ്റ് എലമെന്ററി സിമ്പിൾ. സെക്കൻഡ് സിമ്പിൾ നോക്കിയേ, ആ രണ്ട് വര, വെർട്ടിക്കൽ ആയിട്ടുള്ള രണ്ട് വര കാണുന്നുണ്ട് അല്ലെ. അപ്പൊ ആ ഒരു വരയിൽ കാണുന്നത് എന്താണ്, അതെന്ന് പറയുന്നത് നമ്മുടെ സ്ക്വയർ ബട്ട് വെൽഡ്. അതായത്
ഒരു പ്ലെയിൻ ആയിട്ട് നമ്മളൊരു ബട്ട് വെൽഡ് ചെയ്തിരിക്കുന്നു. അപ്പൊ അതിന്റെ എഡ്ജിലൊന്നും പ്രത്യേകിച്ച് പ്രിപ്പറേഷൻസോ ഒന്നും ചെയ്തിട്ടില്ല. അപ്പൊ അതിനെയാണ് എന്ത് പറയുന്നത്, സ്ക്വയർ ബട്ട് വെൽഡ് എന്ന് പറയുന്നത്. അപ്പം ഒന്നാമത്തെ കാണിച്ചിരിക്കുന്നതിൽ റൈസ്ഡ് ഫേസ് വന്നിരുന്നു, രണ്ടാമത് കാണിച്ചിരിക്കുന്നതിനകത്ത് ഒന്നുമില്ല, ജസ്റ്റ് 2 പ്ലേറ്റുകളെ ചേർത്ത് വെൽഡ് ചെയ്യുന്നു. അപ്പൊ അവിടെ വരുന്നതാണ് എന്ത്, സ്ക്വയർ ബട്ട് എന്ന് പറയുന്നത്. പ്രിപ്പറേഷൻസ് ഒന്നും ചെയ്യാത്ത എൻഡുകളെ പറയുന്നതാണ് സ്ക്വയർ ബട്ട്. അപ്പൊ ആ ഒരു സ്ക്വയർ ബട്ട് വരുമ്പോൾ 2 പാരലൽ ലൈനുകൾ മാത്രം കൊടുത്താൽ മതി. അടുത്തത് നോക്കി, ഒരു വി ഷേപ്പ് ആണ് സിമ്പിൾ വരുന്നത് അല്ലെ. വി ഷേപ്പ് സിമ്പിൾ എന്ന് പറയുമ്പോൾ ലെഫ്റ്റ് സൈഡിലെ ഫിഗർ നോക്കി കഴിഞ്ഞാൽ അത് ഏത് തരത്തിലുള്ള ഒരു വെൽഡ് ആണ് ഫോം ചെയ്തിരിക്കുന്നത്, ഡെസിഗ്നേഷൻ എന്താണ് പറയുന്നത്, സിംഗിൾ വി അല്ലേ, സിംഗിൾ വി. സിംഗിൾ വി ബട്ടാണ്. അപ്പൊ സിംഗിൾ വി ബട്ട് എന്ന് പറയുമ്പോൾ മെലമെട്രി സിമ്പിൾ ഡെഫിനേഷൻ എന്ന് ഓർത്ത് നോക്കിയാൽ ഷേപ്പ് ഓഫ് ദ വെൽഡ് അത് തന്നെയാണല്ലോ കൊടുത്തിരിക്കുന്നത് സിമ്പിളിലും. അപ്പൊ വി കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ആ ഒരു ഷേപ്പിൽ തന്നെയാണ് വെൽഡ് വരേണ്ടത്. അതെ. അപ്പൊ സിംഗിൾ വി ബട്ടാണ് നമ്മുടെ മൂന്നാമത്തെ സിമ്പിൾ വരുന്നത്. ഇനി നാലാമത്തെ സിമ്പിൾ എന്ന് പറയുന്നത് സിംഗിൾ ബെവൽ ബട്ട് വെൽഡ് ആണ്. അപ്പൊ സിംഗിൾ ബെവൽ എന്ന് പറയുമ്പോഴത്തേക്ക് ആ പി എന്ന് പറയുന്നത് വന്നിരിക്കുന്നത് ബെവൽ ചെയ്ത ശേഷം കിട്ടിയിരിക്കുന്ന എഡ്ജുകളെ ചേർത്ത് വെച്ചപ്പോഴാണ് വി വന്നിരിക്കുന്നത്. അപ്പൊ 2 സൈഡിലും ബെവൽ ചെയ്യുക, അതായത് ഒരു പ്ലേറ്റിന്റെ എഡ്ജിനെ എന്ത് ചെയ്യുന്നു, ഒരു ചെറിയ ചരിവിൽ ഇങ്ങനെ നമ്മൾ ഗ്രൈൻഡ് ചെയ്ത് സ്ലോപ്പ് ചെയ്യുന്നു. 2 സൈഡിലും അതേപോലെ ചെയ്ത് കഴിയുമ്പോൾ ആ പ്ലേറ്റുകളെ ചേർത്ത് വെക്കുമ്പോൾ അതിന് നടുക്കായിട്ട് നമുക്ക് ഒരു വി ഷേപ്പ് ആയിരിക്കും ഫോം ചെയ്യുന്നത്. എന്നാൽ അതിൽ ഒരു പ്ലേറ്റിനെ നമ്മൾ ബെവൽ ചെയ്യുകയും മറ്റേ പ്ലേറ്റിനെ നമ്മൾ എൻഡ് ചുമ്മാതെ പ്ലെയിൻ ആയിട്ട് വിടുകയും ചെയ്യുകയാണെങ്കിൽ അവിടെ വരുന്ന ഷേപ്പാണ് സിംഗിൾ ബെവൽ ബട്ട് വെൽഡ്. അപ്പൊ അതാണ് ഒരു പ്ലേറ്റ് ആണ് ആ ഒരു വെർട്ടിക്കലായിട്ട് കാണുന്നത്, അത് എഡ്ജിൽ പ്രിപ്പറേഷൻ ചെയ്യുന്നില്ല, ഫ്ലാറ്റ് കട്ട് ആണ്. മറ്റേ പ്ലേറ്റിനെ നമ്മൾ വി ഷേപ്പിൽ ചരിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് അവിടെ സിംഗിൾ ബെവൽ ബട്ട് വെൽഡിന് ആ ഒരു ഷേപ്പ് വന്നിരിക്കുന്നത്. നാലാമത്തെ സിമ്പിൾ. അഞ്ചാമത്തെ സിമ്പിൾ നോക്കിയേ, സിംഗിൾ വി ബട്ട് വെൽഡ് വിത്ത് എന്താണ്, ബ്രോഡ് റൂട്ട് ഫേസ്. അപ്പം റൂട്ട് ഫേസ് അല്ല, റൂട്ടിന്റെ ഒരു എൻഡിൽ വരുന്ന ആ ഒരു ചെറിയൊരു തിക്നെസ്സിനെയാണ് നമ്മൾ റൂട്ട് ഫേസ് എന്ന് പറയുന്നത്. റൂട്ട് ഗ്യാപ്പിന് അടുത്തായിട്ട് വരുന്ന ഒരു പോർഷൻ ആണത്. അപ്പം ആ റൂട്ട് ഫേസ് നമ്മളൊരല്പം ബ്രോഡായിട്ട് അല്ലെ കുറച്ച് തിക്നെസ്സിൽ വെക്കുകയാണെങ്കിൽ ആ ഒരു വി ബട്ട് വെൽഡിന്റെ താഴെ ആ ഒരു റൂട്ട് ഫേസിന്റെ തിക്നെസ് എന്ത് ചെയ്യും, ഇതേപോലെ ചെറിയൊരു എക്സ്റ്റൻഷൻ ആയിട്ട് കാണിച്ചിട്ടുണ്ടാവും. അപ്പൊ അതിന്റെ അർത്ഥം റൂട്ട് എന്ന് പറയുന്നത് ഒരല്പം തിക്നെസ് ഉള്ള ഫേസ് ഉള്ള റൂട്ടാണ് ഈ ഒരു വെൽഡിന് കൊടുത്തിരിക്കുന്നത്. അപ്പം ആ സിംഗിൾ വി ബട്ട് വിത്ത് ബ്രോഡ് റൂട്ട് ഫേസ് വന്ന് എന്ത് ചെയ്യും, നമുക്ക് ഈ ഒരു ഫിഗർ കണ്ടു കഴിഞ്ഞാൽ അത്തരത്തിലുള്ള ഒരു വെൽഡാണ് ഫോം ചെയ്യേണ്ടതെന്നുള്ളത് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അടുത്തെന്താണ്, ആറാമത്തെ എന്താണ്, ആറാമത്തെ എന്ന് പറഞ്ഞാൽ സിംഗിൾ ബെവൽ ബട്ട് വെൽഡ് വിത്ത് ബ്രോഡ് റൂട്ട് ഫേസ്. അപ്പൊ നമ്മൾ സിംഗിൾ വി ബട്ട് വെൽഡ് വിത്ത് ബ്രോഡ് റൂട്ട് ഫേസ് പറയുമ്പോൾ തന്നെ സിംഗിൾ ബെവലിലേക്ക് പോവാണ്. അത് അവിടെയും റൂട്ട് ഫേസ് സെയിം ആണ്. പക്ഷെ സിംഗിൾ വിയിൽ നിന്ന് സിംഗിൾ ബെവലിൽ പോകുമ്പോൾ വ്യത്യാസം എന്താണുള്ളത്, ആ ഒരു വി ഷേപ്പിന്റെ ഒരു സൈഡിലേക്കുള്ള വി നമുക്ക് വേണ്ട. അപ്പൊ ആ ഒരു ഫിഗറുകൾ 5ന്റെയും 6ന്റെയും ഫിഗർ നമ്മളിന്ന് കമ്പയർ ചെയ്ത് നോക്കി ആ ഡിഫറൻസ് മനസ്സിലായില്ലേ. ഇപ്പൊ എക്സാമിന് നിങ്ങൾക്ക് ഇപ്പം ഈ ഒരു 2 സിമ്പിളിൽ ഏതൊരു സിമ്പിൾ തന്നിട്ട് അത് ഏതാന്ന് എഴുതുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു വിയുടെ ഫുൾ വി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സിംഗിൾ വി ബട്ടൺ കൊടുക്കാം. ഇനി വിയുടെ ഹാഫേ ഉള്ളതെന്നുണ്ടെങ്കിൽ ഓക്കെ വൈ പോലൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സിംഗിൾ ബെവൽ ബട്ടൺ കൊടുക്കാനായിട്ട് പറ്റും. വിത്ത് ആ റൂട്ട് ഫേസ് ഉണ്ടെങ്കിൽ ആ റൂട്ട് ഫേസ് ഉള്ള ഓപ്ഷൻ കൊടുക്കുക. ഞാൻ ഫിഗറിൽ റൂട്ട് ഫേസ് ഇല്ലാത്തതാണെങ്കിൽ സിംഗിൾ ബെവൽ ബട്ട് എന്ന് മാത്രം കൊടുത്താൽ മതി. ഇനി ഏഴാമത്തെ ഒരു ഫിഗറിലേക്ക് നോക്കി. ഏഴാമത്തെ ഫിഗർ അവിടെ വന്നേക്കുന്നത് യു ഷേപ്പ് ആണല്ലേ. അപ്പൊ യു ഷേപ്പ് വരുമ്പോഴത്തേക്ക് എന്താണ്, ബട്ട് വെൽഡുകളെ നമ്മൾ യു ഷേപ്പിലും ഫോം ചെയ്യാറുണ്ട്. അപ്പൊ ആ യു ഷേപ്പ് ആണ് അവിടെ സിംഗിൾ യു ബട്ട് വെൽഡ് എന്ന് വന്നിരിക്കുന്നത്. അപ്പൊ സിംഗിൾ യു ബട്ട് വെൽഡ് വന്നിരിക്കുന്നിടത്ത് പാരലലോ അല്ലെങ്കിൽ സ്ലോപ്പിങ്ങോ ആയിട്ടുള്ള സൈഡുകളാണ് അവിടെ ഉള്ളത്. ഓക്കെ, അപ്പം ഈ ഒരു യു എന്ന് പറയുന്നത് വന്നിരിക്കുന്നതിന്റെ ആ ഒരു സിമ്പിൾ ആയിട്ട് നമുക്ക് റീഡ് ചെയ്യാം, സിംഗിൾ യു ബട്ട് വെൽഡ് ആണ്. അടുത്തത് 8ാമത്തെ എലമെന്ററി സിമ്പിൾ ആയിട്ടുള്ള സിംഗിൾ ജെ ബട്ട് വെൽഡ് ആണ്. അപ്പൊ നമുക്ക് ആ ഒരു ജെയുടെ ഒരു ചെറിയ ഷേപ്പ് കാണാൻ പറ്റും അല്ലെ. ജെയുടെ ഒരു ചെറിയ ഷേപ്പ് റൈറ്റ് സൈഡിൽ കൊടുത്തിട്ടുണ്ട്. സിംഗിൾ ജെ ബട്ട് വെൽഡ് ആണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പം ജെ ഷേപ്പ് നമുക്ക് കാണാൻ പറ്റും. അതാണ് 8ാമത്തെ സിമ്പിൾ. ഓക്കെ, അപ്പം ആ ഒരു ഫിഗർ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഓപ്ഷനിൽ സിംഗിൾ ജെ ബട്ട് വെൽഡ് എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് പറ്റും. അതുപോലെ യു കണ്ടു കഴിഞ്ഞാൽ യുവിന്റെ ഷേപ്പ് കാണുമ്പോൾ തന്നെ എന്ത് ചെയ്യും, സിംഗിൾ യു ബട്ട് വെൽഡിലേക്ക് കണക്ട് ചെയ്യാനായിട്ട് പറ്റണം. അതുപോലെ 9ാമത്തെ സിമ്പിൾ നോക്കി. ഇത് ഒരുപാട് സ്ഥലത്ത് പലയിടത്തും നമുക്ക് കൺഫ്യൂഷൻ ആവുന്ന രീതിയിൽ ഇങ്ങനെ ചോദിക്കുന്ന ഒരു സാധനമാണ് ബാക്കിംഗ് റണ്ണ് അല്ലെങ്കിൽ ബാക്കിംഗ് വെൽഡ് എന്ന് പറയാം. അപ്പം ഇത് എന്തിനാ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വെൽഡ് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ ആ ഒരു വെൽഡ് ചെയ്യുന്നതിന് മുമ്പായിട്ട്, അതായത് ഒരു പ്ലേറ്റിനെ 2 പ്ലേറ്റിനെ വെൽഡ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ എന്ത് ചെയ്യും, ആ റൂട്ട് ഒരു പെർഫെക്റ്റ് ആയിട്ട് കിട്ടാനായിട്ട്, റൂട്ടിന്റെ ഒരു ഫിനിഷ് ബെറ്റർ ആവാനായിട്ടൊക്കെ എന്ത് ചെയ്യും, നമ്മൾ ആദ്യമേ അവിടെ ഒരു റൺ അങ്ങ് ഡെപ്പോസിറ്റ് ചെയ്യും. ഓക്കെ, ആ റണ്ണ് ഡെപ്പോസിറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ബാക്കിംഗ് റൺ എന്ന് പറയുന്നത്. ഇനി വെൽഡിങ്ങിന് ശേഷം നമ്മൾ റൂട്ട് സൈഡിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്ന റണ്ണുണ്ട്, അതും ഈ പറയുന്ന റൂട്ടിനെ ഒന്നുകൂടെ ഒന്ന് ഫിനിഷ് ചെയ്യാനായിട്ട് ചെയ്യുന്നതാണ്. അതിനെയാണ് നമ്മൾ സീലിംഗ് റൺ എന്ന് പറയുന്നത്.
ഇത് കേട്ടിട്ടുണ്ടോ? പാക്കിംഗ് റണ്ണും സീലിംഗ് റണ്ണും നേരത്തെ കേട്ടിട്ടുണ്ടോ? ആ കേട്ടിട്ടുണ്ട് സാർ, കേട്ടിട്ടുണ്ട്. അപ്പൊ ബിഫോർ വെൽഡിംഗ് ആണെങ്കിൽ എന്താണ്? പാക്കിംഗ് റണ്ണ്. ആഫ്റ്റർ വെൽഡിംഗ് ആണെങ്കിൽ എന്താണ്? സീലിംഗ് റൺ. ഓക്കെ, അപ്പൊ അതുകൂടെ ഒന്ന് ഓർത്തിരിക്കുക. അപ്പം അതിന്റെ ഫിഗർ മനസ്സിലായല്ലോ. നമ്മളൊരു ചെറിയൊരു ഇങ്ങനെ ഒരു ബൗൾ ഇങ്ങനെ വെച്ചിരിക്കുന്ന പോലെ, അല്ല ചെറിയൊരു പാത്രം ഇങ്ങനെ വെച്ചിരിക്കുന്ന പോലത്തെ ഒരു ഷേപ്പാണ് പാക്കിംഗ് റണ്ണിന് വരുന്നത്. ഓക്കെ, അപ്പൊ 9 എലമെന്ററി സിമ്പിൾസ് നമ്മൾ നോക്കി. 9 മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ് ബാലൻസ് സിമ്പിളിലോട്ട് പോവാം. ഇത് 10ാമത്തെ എന്താണ്? 10ാമത്തത് ഫില്ലറ്റ് വെൽഡ് ആണ് അല്ലെ. അപ്പൊ ഫില്ലറ്റ് വെൽഡ് എന്ന് പറയുന്നത് നമുക്കറിയാം ട്രയാങ്കുലർ ക്രോസ് സെക്ഷൻ ഉള്ളൊരു വെൽഡ് ആണ് അല്ലെ. അപ്പൊ ഫില്ലറ്റ് വെൽഡിന് നമുക്ക് ഈ ഒരു ട്രയാങ്കിളിന്റെ ആ ഒരു എന്താ പറയാ 2 സൈഡുകളുണ്ടല്ലോ, 2 സൈഡുകളെ നമ്മൾ പറയുന്നതാണ് എന്ത്? ലെഗ് ലെങ്ത് എന്ന് പറയും. ഓക്കെ, ആ ഹൈപ്പർട്യൂസുമായിട്ട് മേക്ക് ചെയ്യുന്ന ആ ഒരു ഡിസ്റ്റൻസ് ആണെന്ത്? ത്രോട്ട് തിക്നെസ് എന്ന് പറയുന്നത്. ഓക്കെ, ഫില്ലറ്റ് വെൽഡിന്റെ ഫിഗർ മനസ്സിലായോ? കണ്ടിട്ട് ട്രയാങ്കുലർ ക്രോസ് സെക്ഷൻ ഫില്ലറ്റ് വെൽഡ്. മനസ്സിലായി. ആ, അതിന്റെ 2 സൈഡുകളെ 2 ലെഗുകളെ പറയുന്നതാണ് ലെഗ് ലെങ്ത് എന്നാണ് നമ്മൾ പറയുന്നത് വെൽഡിങ്ങിൽ. ഓക്കെ, ആ ഹൈപ്പർട്യൂസുമായിട്ട് ആ ഒരു സെന്ററിൽ നിന്ന് പോകുന്ന ആ ഒരു ഡിസ്റ്റൻസിനെയാണ് പറയുന്നത് നമ്മള് അതിന്റെ ഹൈറ്റ്, ആ ഒരു ഡിസ്റ്റൻസിനെയാണ് പറയുന്നത് ത്രോട്ട് തിക്നെസ് ആണ് പറയുന്നത് ഫില്ലറ്റ് വെൽഡിന്. ഓക്കെ, ഈ ഒരു ലെഗ് ലെങ്തിനെ നമ്മൾ ഇസഡ് എന്ന് പറയുന്ന ലെറ്റർ കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. ത്രോട്ട് തിക്നെസിനെ എന്ത് ലെറ്റർ ആണ് ഉപയോഗിക്കുന്നത്? എ എന്ന് പറയുന്ന ലെറ്റർ ആണ് സൂചിപ്പിക്കുന്നത്. എ. ഇനി 11ാമത്തെ ഒരു സിമ്പിൾ ഏതാണ്? പ്ലഗ് വെൽഡ് അല്ലെങ്കിൽ പ്ലഗ് ഓഫ് സ്ലോട്ട് വെൽഡ് എന്ന് പറയാം. ഓക്കെ, പ്ലഗ് വെൽഡ് എന്ന് പറയാം. അപ്പൊ പ്ലഗ് വെൽഡ് നോക്കിയേ, പ്ലഗ് വെൽഡിന്റെ സിമ്പിൾ എന്ന് പറയുന്നത് ഒരു സി ഇങ്ങനെ കമഴ്ത്തി വെച്ചിരിക്കുന്ന പോലെ ഒരു സി ഷേപ്പ്. ഓക്കെ, ഒരു ഇൻവേർട്ടഡ് ആയിട്ട് വെച്ചിരിക്കുന്ന ഒരു സിയുടെ ഷേപ്പാണ് പ്ലഗ് വെൽഡ് വരുന്നത്. അപ്പൊ പ്ലഗ് വെൽഡിന്റെ സിമ്പിൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഈ ഒരു ഷേപ്പ് കണ്ടു കഴിഞ്ഞാൽ പ്ലഗ് വെൽഡ് ആണെന്നോ അല്ലെങ്കിൽ പ്ലഗ് ഓഫ് സ്ലോട്ട് ആണെന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് പറ്റും. പ്ലഗ് വെൽഡ് എന്നും പറയാറുണ്ട്, അതിന് സ്ലോട്ട് വെൽഡ് എന്നും പറയാറുണ്ട്. ഓക്കെ, 12ാമത്തെ ഏതാണ്? 12ാമത്തെ എന്ന് പറയുമ്പോഴത്തേക്ക് സ്പോട്ട് വെൽഡ് ആണ് അല്ലെ. സ്പോട്ട് വെൽഡ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണത്? സ്പോട്ട് വെൽഡ് എന്ന് പറയുമ്പോഴത്തേക്ക് 2 പ്ലേറ്റുകളെ തമ്മിൽ ഓവർലാപ്പ് ചെയ്ത് വെച്ചിട്ട് അവ തമ്മിൽ എന്ത് ചെയ്യുന്നു? വെൽഡ് ചെയ്യുന്നു. അതായത് മുകളിലത്തെ പ്ലേറ്റിന്റെ പുറത്ത് ഒരു ഹോൾ ഇട്ട ശേഷം ആ ഒരു ഹോളിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു? താഴത്തെ പ്ലേറ്റിലേക്ക് ആ ഒരു വെൽഡിനെ നിറച്ചു കൊടുക്കുന്നു. ഓക്കെ, അതിനെയാണെന്ന് പറയുന്നത് സ്പോട്ട് വെൽഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ആ സ്പോട്ട് വെൽഡിന്റെ എലമെന്ററി സിമ്പിൾ എന്ന് പറയുന്ന ഒരു റൗണ്ട് അല്ലെ, ഒരു സർക്കിൾ ആയിരിക്കും അവിടെ വരുന്നത്. ഓക്കെ, അടുത്തത് 13ാമത്തെ വെൽഡ് സിമ്പിൾ നോക്കിയേ. 13ാമത്തെ സിമ്പിൾ പറയുന്നത് എന്താണ്? സീം വെൽഡ് ആണ് അല്ലെ. അപ്പം ഇതോടെയാണ് എലമെന്ററി സിമ്പിളിനകത്ത് ലാസ്റ്റ് വരുന്നത് സീം വെൽഡ്. അപ്പൊ സീം വെൽഡ് വരുമ്പോഴത്തേക്ക് 2 പ്ലേറ്റിനെയോ ഒക്കെ നമ്മൾ വെൽഡ് ചെയ്യുന്ന സമയത്ത് അതിന് നടുക്കൂടെ വെൽഡ് ഇങ്ങനെ നീളത്തിൽ പോകുന്നുണ്ടാവും. ആ പോകുന്നതിനെയാണ് നമ്മൾ സീം എന്നാണ് പറയുക അല്ലെ. ആ സീമിനെ കാണിക്കാനായിട്ട് എന്ത് ചെയ്യുന്നു? നമ്മൾ ആ സ്പോട്ട് വെൽഡിന് ഉപയോഗിച്ച പോലെ ഒരു സർക്കിളും ആ സർക്കിളിന്റെ എന്താ പറയാ സെൻട്രലിന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ട് 2 ലൈനുകൾ പാരലായിട്ട് പോകുന്നുണ്ട്. അപ്പൊ അതിനെയാണ് നമ്മൾ സീം വെൽഡ് എന്ന് പറയുന്നത്. അപ്പം നമുക്കൊരു എന്താ പറയാ വെൽഡിങ് സിമ്പിളില് ഈ ഒരു ഇൻഡിക്കേഷൻ ആണ് തന്നിരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അത് സീം വെൽഡ് ആണ് അവിടെ ചെയ്യേണ്ടതെന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് പറ്റും. അല്ലെങ്കിൽ ഒരു വെൽഡർക്ക് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് അയാൾക്ക് ആ ഒരു സർക്കിൾ കാണുമ്പോൾ അറിയാൻ പറ്റും അവിടെ എന്താണ് സ്പോട്ട് വെൽഡ് ചെയ്യണം. ട്രയാങ്കിൾ ആണെങ്കിൽ ദാറ്റ് ഈസ് ഫില്ലറ്റ് വെൽഡ്. അപ്പം ഇത്തരം കാര്യങ്ങളൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ബേസിക്കലി യൂസ് ചെയ്യാൻ പറ്റുന്ന സിമ്പിളുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? എലമെന്ററി സിമ്പിൾസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം എലമെന്ററി സിമ്പിൾസ് നോക്കിയല്ലോ, എല്ലാവർക്കും മനസ്സിലായല്ലോ അല്ലെ. ഓക്കെ, നെക്സ്റ്റ് സപ്ലിമെന്ററി സിമ്പിൾസ് ആണല്ലേ. അപ്പം സപ്ലിമെന്ററി സിമ്പിൾസ് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് എന്താണ്? സപ്ലിമെന്ററി സിമ്പിൾ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് അതിന്റെ ഡെഫിനിഷൻ പറഞ്ഞതാണ് എലമെന്ററി സിമ്പിൾസ് മേ ബി കോംപ്ലിമെന്റഡ് ബൈ അനദർ സെറ്റ് ഓഫ് സിമ്പിൾസ് കോൾഡ് സപ്ലിമെന്ററി സിമ്പിൾസ്. അപ്പം എലമെന്ററി സിമ്പിളുകൾക്ക് നമുക്ക് എന്തെങ്കിലും കോംപ്ലിമെന്റ് ചെയ്യാനുണ്ടെങ്കിൽ നമ്മൾ അതിനുവേണ്ടി കുറച്ച് സെറ്റ് ഓഫ് സിമ്പിൾസ് ഉപയോഗിക്കാറുണ്ട്. അതിനെയാണ് നമ്മൾ സപ്ലിമെന്ററി സിമ്പിൾ എന്ന് പറയുന്നത്. അപ്പം ആ ഒരു സപ്ലിമെന്ററി സിമ്പിൾ എന്ന് പറയുന്നത് എന്തിനെയാണ് ക്യാരക്ടറൈസ് ചെയ്യുന്നത്? ആ ഒരു വെൽഡിന്റെ സർഫസ് അല്ലെ വെൽഡിന്റെ പുറമേ ഉള്ള രൂപം എന്താണെന്നുള്ളത്, അല്ലെ അതിന് ഏത് ഷേപ്പിലാണ് വെൽഡ് ഇരിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു ഷേപ്പ് ഓഫ് ദ വെൽഡ് ടു ബി മേഡ് എന്ന് പറഞ്ഞു. ഇവിടെ പറയുന്നത് വെച്ചാൽ എക്സ്റ്റേണൽ സർഫസ് അല്ലെ പുറമേ ഉള്ള പ്രതലം വെൽഡിനെ എങ്ങനെ വേണം എന്നുള്ളതാണ് നമ്മൾ സപ്ലിമെന്ററി സിമ്പിൾ കൊണ്ട് സൂചിപ്പിക്കുന്നത്. അപ്പൊ സപ്ലിമെന്ററി സിമ്പിൾ ഓൺ എലമെന്ററി സിമ്പിൾ ഇൻഡിക്കേറ്റ് എന്താണ്? ടൈപ്പ് ഓഫ് വെൽഡ് സർഫസ്. അപ്പം നമ്മൾ വെൽഡ് ചെയ്തു, അപ്പൊ ഫില്ലറ്റ് വെൽഡ് ചെയ്തു അല്ലെ. ഫില്ലറ്റ് വെൽഡ് ചെയ്യുമ്പോൾ ആ ഫില്ലറ്റ് വെൽഡിന്റെ സർഫസ് എങ്ങനെ ഇരിക്കണം എന്നുള്ളത് എലമെന്ററി സിമ്പിളിൽ പറയില്ല. എലമെന്ററി സിമ്പിളിന്റെ കൂടെ എന്ത് ചെയ്യേണ്ടി വരും?
ആ സർഫസിന് വേണ്ടി അല്ലെ സർഫസിന്റെ ആ ഒരു ഷേപ്പ് പറയാൻ വേണ്ടിയിട്ട് ഒരു സപ്ലിമെന്ററി സിമ്പിളൂടെ കൊടുത്താലായിരിക്കും ആ ഒരു എലമെന്ററി സിമ്പിൾ കംപ്ലീറ്റ് ആവുന്നത് അല്ലെ. അപ്പം നോർമൽ കേസുകളിൽ നമുക്ക് ഈ ഒരു സപ്ലിമെന്ററി സിമ്പിൾ ആവശ്യമില്ല. എന്നാൽ സർഫസിൽ പ്രത്യേകമായിട്ടുള്ള ഫിനിഷ് ആവശ്യമായിട്ടുള്ള സ്ഥലങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യും, എലമെന്ററി സിമ്പിളിന്റെ കൂടെ അസോസിയേറ്റഡ് ആയിട്ട് സപ്ലിമെന്ററി സിമ്പിളൂടെ ഉപയോഗിക്കാറുണ്ട്. ഓക്കെ, അപ്പൊ ഇതാണ് സപ്ലിമെന്ററി സിമ്പിളിന്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ഡെഫിനിഷൻ? ക്യാരക്ടറൈസിങ് ദ ഷേപ്പ് ഓഫ് ദ എക്സ്റ്റേണൽ സർഫസ് ഓഫ് ദ വെൽഡ്. അപ്പം ആ വെൽഡിന്റെ പുറമേയുള്ള സർഫസിന്റെ ഷേപ്പ് ആയിരിക്കും സപ്ലിമെന്ററി സിമ്പിൾ വഴി നമ്മൾ മനസ്സിലാക്കി കൊടുക്കുന്നത്. ഓക്കെ, അപ്പൊ ഡ്രോയിങ്ങിലൊക്കെ അത് കണ്ടു കഴിഞ്ഞാൽ എന്താണ്, ആ ഒരു സർഫസ് വെൽഡ് ചെയ്ത ശേഷം ഈ പറയുന്ന ഷേപ്പിലേക്ക് എത്തിക്കണം എന്നുള്ളതാണ് അതിന്റെ മീനിങ്. അപ്പൊ നമുക്ക് സപ്ലിമെന്ററി സിമ്പിൾസ് ഏതൊക്കെയാണെന്ന് നോക്കിയേ. സപ്ലിമെന്ററി സിമ്പിൾസ് ഓക്കെ, അപ്പം കണ്ടില്ലേ, ഷേപ്പ് ഓഫ് വെൽഡ് സർഫസ് ആണ്. അപ്പം ഷേപ്പ് ഓഫ് വെൽഡ് സർഫസ് ആണ്. അതില് സിമ്പിൾ, ഒന്നാമത്തെ സിമ്പിൾ എന്ന് പറയുന്നത് ഇപ്പൊ ഒരു വെൽഡിന്റെ സർഫസ് എന്ന് പറയുന്നത് പൊതുവെ എപ്പോഴും എന്തായിരിക്കും, ഒരല്പം പൊങ്ങി നിൽക്കുന്ന അല്ലെങ്കിൽ ഒരു കോൺവെക്സ് ഷേപ്പിലായിരിക്കും പൊതുവെ വരാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷെ ആ ഒരു പൊങ്ങി നിൽക്കുന്നതിനാണ് നമ്മൾ വെൽഡ് റീഇൻഫോഴ്സ്മെന്റ് അല്ലെങ്കിൽ വെൽഡിന്റെ നമ്മൾ എന്ത് പറയും, ക്യാപ്പ് എന്നൊക്കെ പറയാറുണ്ട്. ഓക്കെ, വെൽഡ് എപ്പോൾ ചെയ്താലും ആ ഡിസൈനിൽ പറഞ്ഞിരിക്കുന്നതിനേക്കാൾ ഒരല്പം കൂടുതലായിരിക്കും അതിനകത്ത് ഡെപ്പോസിറ്റ് ചെയ്യുന്ന വെൽഡ് മെറ്റൽ എന്ന് പറയുന്നത്. അപ്പൊ അത് ഒരു ഹൈറ്റിന് കാരണമാവും. അപ്പൊ ആ ഒരു എക്സസ് വരുന്ന വെൽഡ് മെറ്റലിനെ നമുക്ക് ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ അവനെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ഗ്രൈൻഡ് ചെയ്ത് കളയേണ്ടി വരാറുണ്ട്. അപ്പൊ അങ്ങനെ ചെയ്യേണ്ടി വരുവാണെങ്കിൽ നമുക്ക് ഈ ഒരു സിമ്പിൾ ആദ്യമേ കൊടുത്താൽ മതി. അപ്പൊ ആ വെൽഡർക്ക് മനസ്സിലാവും എന്ത്, ഈ ഒരു വെൽഡ് കംപ്ലീറ്റ് ആയ ശേഷമുള്ള ആ ഒരു റീഇൻഫോഴ്സ്മെന്റിനെ റിമൂവ് ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചിട്ടാണ് ഈ ഒരു സിമ്പിൾ കൊടുക്കുന്നത്. ഓക്കെ, അപ്പം ഫ്ലാറ്റ് എന്നോ അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം, ഫ്ലഷ് എന്നോ പറയാം അല്ലെ, FLUSH, ഫ്ലഷ് എന്നോ അല്ലെങ്കിൽ ഫ്ലാറ്റ് എന്നോ പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഈ ഒരു സിമ്പിൾ ഉപയോഗിക്കുന്നത് ആ വെൽഡ് സർഫസിനെ ഫിനിഷ് ചെയ്യണം എന്നുള്ളതാണ്. സർഫസിനെ ഫ്ലാറ്റ് ആക്കി ഫിനിഷ് ചെയ്ത് വെക്കണം എന്നുള്ളതാണ്. അപ്പം ഒന്നാമത്തെ സിമ്പിൾ നമ്മൾ നോക്കി. ഇനി രണ്ടാമത്തെ സിമ്പിൾ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്, രണ്ടാമത്തെ സിമ്പിൾ എന്ന് പറയുമ്പോൾ കോൺവെക്സ് ഷേപ്പ് ആണ് അല്ലെ. കോൺവെക്സ് അതായത് വെൽഡിന്റെ ടോപ്പ് സർഫസ്, അതിപ്പം ഈ പറയുന്ന ഒരു ഫില്ലറ്റ് വെൽഡ് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ടോപ്പ് സർഫസ് എന്ന് പറയുന്നത് കോൺവെക്സ് ഷേപ്പിൽ ഇരിക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു സിമ്പിൾ അവിടെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ആ ഒരു ഫിനിഷ് ഓഫ് ദ സർഫസ് എന്ന് പറയുന്നത് ഏതാണ്, കോൺവെക്സ് ഷേപ്പ് ആണ് അവിടെ ആവശ്യമുള്ളത്. അതുപോലെ തന്നെ നമ്മൾ കോൺകേവ് ഷേപ്പ് ആണ് വേണ്ടത് അല്ലെ. കോൺവെക്സ് എന്ന് പറഞ്ഞാൽ പുറത്തോട്ട് ഇങ്ങനെ തള്ളി നിൽക്കുന്നതാണെങ്കിൽ അകത്തേക്ക് ഇറങ്ങി നിൽക്കുന്നതാണ് എന്ത് വരുന്നത്, കോൺകേവ് എന്ന് പറയുന്നത്. കോൺകേവ് ആണ് നമുക്ക് വേണ്ട ഷേപ്പ് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ആ അതേ ഷേപ്പിനെ തന്നെ ഇൻവേർട്ടഡ് ആയിട്ട് വെച്ചാൽ മതി അല്ലെ. മുകളിലോട്ട് ഇരിക്കുന്ന ഷേപ്പിനെ തന്നെ ഇൻവേർട്ടഡ് ആയിട്ട് വെക്കുന്നത്, താപ്പോട്ട് ഇരിക്കുന്ന അല്ലെ, ഒരു നമ്മുടെ റാ പോലത്തെ ഷേപ്പാണ് കോൺവെക്സ്. കോൺകേവ് വരുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും, അത് നമ്മുടെ യു പോലത്തെ ഷേപ്പിലായിട്ട് വരുന്നു. ഓക്കെ, അപ്പം 3 സിമ്പിളുകളും സപ്ലിമെന്ററി ആണ്. നമുക്കിത് ഏത് എലമെന്ററി സിമ്പിളിന്റെ കൂടെ ഉപയോഗിച്ചാലും എന്ത് ചെയ്യാം, നമുക്ക് സപ്ലിമെന്ററി സിമ്പിളിന്റെ കൂടെ മീനിങ് അവിടെ കൊണ്ടുവരാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ സപ്ലിമെന്ററി സിമ്പിൾ എന്താണെന്ന് മനസ്സിലായി കാണുമല്ലോ. സിമ്പിൾ നോക്കി ജസ്റ്റ് അവിടെ ആ ഒരു ഡെഫിനിഷൻ നമ്മൾ മനസ്സിലാക്കി. ഓക്കെ, നമുക്ക് മുമ്പോട്ട് പോവാം. ഓക്കെ ആണല്ലോ, ഓക്കെയാണ് സാർ, ഓക്കെയാണ്. എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടോ? വലിയ കോംപ്ലിക്കേഷൻ ഒന്നും ഇല്ലാത്ത ഏരിയ ആണത്. കണക്ട് ഓക്കെ ആവുന്നില്ല, ഇന്ന് മനസ്സിലാക്കാൻ. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു സപ്ലിമെന്ററി സിമ്പിളുകളുടെ ആപ്ലിക്കേഷൻ ആണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ സപ്ലിമെന്ററി സിമ്പിളുകൾ നിങ്ങൾക്ക് എക്സാമിന് ക്വസ്റ്റ്യൻ തന്നിട്ട് ഇത് എന്ത് സിമ്പിൾ ആണെന്ന് തന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ബേസിക് കോൺസെപ്റ്റ് അറിയാമെങ്കിൽ നിങ്ങൾക്ക് ഏത് ക്വസ്റ്റ്യനും ആൻസർ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പം ഒന്നാമത്തെ ഒരു ഫിഗർ വന്നിരിക്കുന്നത് എന്താന്ന് നോക്കി. അതെ, ആ ഇലുസ്ട്രേഷനിൽ കൊടുത്തിരിക്കുന്നത് കണ്ടില്ലേ, ആ ഒരു വെൽഡിന്റെ മുകൾ വശത്തേക്ക് വെൽഡ് എന്ത് ചെയ്യുന്നില്ല, പ്ലേറ്റിന്റെ മുകൾ വശത്തേക്ക് പൊങ്ങി നിൽക്കുന്നില്ല അല്ലെ. അതിന്റെ അർത്ഥം എന്ന് പറയുമ്പോൾ അവിടെ ഫ്ലഷ് ചെയ്തിരിക്കുന്നു അല്ലെങ്കിൽ ഫ്ലാറ്റ് ആണ് അവിടെ കിട്ടുന്ന വെൽഡിന്റെ ഷേപ്പ് അല്ലെ, സർഫസിന്റെ ഷേപ്പ് എന്ന് പറഞ്ഞാൽ ഫ്ലാറ്റ് ആണ്. അപ്പം ആ വി എന്ന് പറയുന്നത് എന്താണ്, വി എന്തിന്റെ സിമ്പിൾ ആണ്, സിംഗിൾ വി. സിംഗിൾ വി. സിംഗിൾ വി. എന്ത് വെൽഡ്, സിംഗിൾ വിയുടെ എന്ത് വെൽഡ്, സിംഗിൾ വി ബട്ട് വെൽഡ്. ഓക്കെ, അപ്പൊ സിംഗിൾ വി ബട്ട് വെൽഡിന്റെ മുകളിലേക്ക് നമുക്ക് റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറയുന്ന ക്യാപ്പിംഗ് എന്ന് പറയുന്ന ടോപ്പ് വേണ്ട അല്ലെ. അപ്പൊ വേണ്ട എന്നുള്ളത് നമ്മൾ എന്ത് കൊടുത്താൽ മതി, ആ ഒരു ലൈൻ സിമ്പിൾ അവിടെ കൊടുത്താൽ മതി. അപ്പം ഈ ഒരു സിമ്പിൾ കൊടുക്കുമ്പോൾ അതിന്റെ പേര് എങ്ങനെയാവും, ഫ്ലാറ്റ് സിംഗിൾ വി എന്നാവും അല്ലെങ്കിൽ സിംഗിൾ വി ഫ്ലഷ് എന്നാവും. ഫ്ലാറ്റ് സിംഗിൾ വി അല്ലെങ്കിൽ ഫ്ലഷ് സിംഗിൾ വി രണ്ടും പറയാം, രണ്ടും കറക്റ്റ് ആണ്. ഓക്കെ, ഓപ്ഷൻ എന്തായാലും ഒരെണ്ണേ കാണത്തുള്ളൂ. ഫ്ലാറ്റ് അല്ലെങ്കിൽ ഫ്ലഷ് രണ്ടും കറക്റ്റ് ആണ്. അപ്പം വിയുടെ മുകളിലെ റീഇൻഫോഴ്സ്മെന്റ് എടുത്ത് കളയണം എന്നുള്ളതാണ് അതിന്റെ മീനിങ്. അപ്പം ഫിഗർ നമ്മളുടെ വെൽഡ് കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഇല്ലുസ്ട്രേഷനിൽ കാണിച്ചിരിക്കുന്ന പോലെ ആയിരിക്കും അതിന്റെ ആ ഒരു ലുക്ക് എന്ന് പറയുന്നത്. മുകളിലേക്കുള്ള ഒരു പ്രൊജക്ഷൻ എന്തുണ്ടാവില്ല, വെൽഡ് ഫിനിഷ് ചെയ്ത് കഴിയുമ്പോൾ അവിടെ കാണില്ല. ഓക്കെ, ഇനി അടുത്ത ഒരു എലമെന്ററി സിമ്പിളും സപ്ലിമെന്ററി സിമ്പിളോട് ഉപയോഗിച്ചിരിക്കുന്ന നോക്കിയേ.
ഡബിൾ വി ബട്ട് വെൽഡ് അല്ലെ. ഡബിൾ വി ബട്ട് വെൽഡിന്റെ സിമ്പിൾ വന്നിരിക്കുന്നത് കണ്ടോ, ഒരു എക്സ് ഷേപ്പിലാണ് വന്നേക്കുന്നത്. എന്ന് പറയുമ്പോൾ മുകളിൽ ഒരു വി ഉണ്ട്, താഴെ ഒരു വി ഉണ്ട്. ആ ഒരു സെക്കൻഡ് ഇലുസ്ട്രേഷൻ നോക്കി, കോൺവെക്സ് ഡബിൾ വി ബട്ട് വെൽഡിൽ, അതായത് ഒരു 2 പ്ലേറ്റിനെ വെൽഡ് ചെയ്തിരിക്കുകയാണ് അല്ലെ. അപ്പൊ ആ പ്ലേറ്റുകളുടെ തിക്നെസ് വളരെ കൂടുതലായിട്ടുള്ള ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, അവിടെ മുകളിൽ ഒരു വി ചെയ്യും, താഴെ ഒരു വി ചെയ്യും. കാരണം എന്ന് പറയുമ്പോൾ ഡിസ്റ്റോർഷൻ ഒഴിവാക്കാനാണ് ഇങ്ങനെ ഡബിൾ വി ടെക്നിക്ക് നമ്മൾ ഉപയോഗിക്കുന്നത്. കാരണം തിക്നെസ് കൂടിയ പ്ലേറ്റുകളിൽ അത് ചെയ്യേണ്ടി വരാറുണ്ട്. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്ക് മുകളിലെ ഒരു വിയുടെ കൂടെ താഴത്തെ വിയും കൂടെ നമ്മൾ എന്ത് ചെയ്തു, അറ്റാച്ച് ചെയ്ത് വരുമ്പോൾ അതൊരു എക്സ് ഷേപ്പിൽ വരികയാണ്. അപ്പം ഇതിനെ നമ്മൾ ഡബിൾ വി ബട്ട് വെൽഡ് എന്നാണ് പറയുന്നത്. അതിന്റെ ഷേപ്പ് അല്ലെ, ആ ഒരു പ്രൊഫൈലിന്റെ അല്ലെ റെയിൻഫോഴ്സ്മെന്റ് ഏറ്റവും മുകൾ വശത്തെ ഷേപ്പ് എന്ന് പറയുന്നത് മുകളിലും താഴെയും വരുന്നത് എന്താണ്, കോൺവെക്സ് ഷേപ്പാണ് വരുന്നത്. അപ്പൊ നമ്മൾ കണ്ടില്ലേ, ആ ഒരു ഡബിൾ വിയുടെ മുകളിലായിട്ട് ഒരു കർവ് കൊടുത്തിട്ടുണ്ട്, താഴെയും കർവ് കൊടുത്തിട്ടുണ്ട്. അതിന്റെ മീനിങ് എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ പുറത്തേക്ക് പ്രൊജക്ട് ചെയ്ത് നിൽക്കേണ്ട ഷേപ്പ് കോൺവെക്സ് ഷേപ്പിൽ വേണം ആ ഒരു വെൽഡിന്റെ സർഫസ് ഫിനിഷ് ആവാൻ. അഥവാ അവിടെ ഫ്ലാറ്റ് ചെയ്യണം അല്ലെ ഫ്ലഷ് ചെയ്യണം എന്നുണ്ടായിരുന്നെങ്കിൽ നമ്മൾ ആ ഒരു കോൺവെക്സ് ഷേപ്പിന് പകരം എന്ത് ചെയ്തിരുന്നേനെ, ഒരു ലൈൻ അവിടെ കൊടുത്തിരുന്നേനെ. അപ്പൊ ഇതാണ് കോൺവെക്സ് ഷേപ്പ് വരേണ്ടിടത്ത് ഈ ഒരു ഷേപ്പാണ് അവിടെ കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഈ ഒരു സിമ്പിൾ കൊടുത്താൽ അവിടെ ക്ലിയർ ആവും. നെക്സ്റ്റ് കോൺകേവ് ഫില്ലറ്റ് വെൽഡ്. അപ്പൊ ഒരു കോൺകേവ് ഫില്ലറ്റ് വെൽഡ് വരുമ്പോൾ അവിടെ കൊടുക്കേണ്ട ആ ഒരു സപ്ലിമെന്ററി സിമ്പിൾ ആണ് അടുത്തത് കാണിച്ചിരിക്കുന്നത്, കോൺകേവ് ഫില്ലറ്റ് വെൽഡ്. കോൺകേവ് ഫില്ലറ്റ് വെൽഡ് വരുമ്പോഴത്തേക്ക് അവിടെ ഫില്ലറ്റ് വെൽഡിന്റെ കൂടെ എന്തുണ്ട്, ഒരു കോൺകേവ് ഷേപ്പിന്റെ ഇൻഡിക്കേഷൻ ഉണ്ട് അല്ലെ. കോൺകേവ് ഷേപ്പിന്റെ ഇൻഡിക്കേഷൻ വന്നിട്ടുണ്ട്. ആ ഇൻഡിക്കേഷൻ നമുക്ക് കാണുമ്പോൾ അറിയാം എന്താണ്, ആ ഫില്ലറ്റ് വെൽഡിന്റെ സർഫസ് കോൺകേവ് ആയിട്ട് ഫിനിഷ് ചെയ്യാണ്. അപ്പം ആ ഇലിസ്ട്രേഷനിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഫിനിഷ് ആയിരിക്കുന്ന ലുക്ക് എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് പറ്റും. അതേ ഷേപ്പ് നമ്മൾ ആ ഒരു ഫിഗറിൽ കൊടുത്തിരിക്കുന്ന അതേ ഷേപ്പ് തന്നെയാണ് സിമ്പിളിൽ കാണിച്ചിരിക്കുന്നത്, കോൺകേവ് ഷേപ്പ്. നാലാമത്തെ എന്ന് പറയുമ്പോഴത്തേക്ക് ഫ്ലാറ്റ് സിംഗിൾ വി ബട്ട് വെൽഡ് വിത്ത് ഫ്ലാറ്റ് ബാക്കിംഗ് ആണ് അല്ലെ. അപ്പം ഇത് നോക്കി, ഇത് പേര് നോക്കിയിട്ട് കോംപ്ലിക്കേറ്റഡ് ഒന്നുമല്ല. നമ്മളോട് പറഞ്ഞിരിക്കുന്ന ഒന്നാണ് സിംഗിൾ വി ബട്ട്, അത് ഫ്ലാറ്റ് ആണെന്ന് പറയുന്നത്. അപ്പൊ വി നമ്മൾ കൊടുക്കണം സിമ്പിൾ, അതിന് മുകളിൽ എന്ത് ചെയ്യണം, ക്രോസ് ഒരു ബാർ കൊടുക്കണം. അപ്പം ഫ്ലാറ്റ് സിംഗിൾ വി ബട്ട് കംപ്ലീറ്റ് ആയി. അതിന്റെ കൂടെ ഫ്ലാറ്റ് ബാക്കിംഗ് റൺ കൂടെ കൊടുക്കണം. അപ്പൊ ബാക്കിംഗ് റണ്ണിന്റെ ഫിഗർ നമ്മൾ ഓൾറെഡി ഇവിടെ നോക്കിയതാണ് അല്ലെ. ഇവിടെ നോക്കിയാണ് ബാക്കിംഗ് റണ്ണിന്റെ ഫിഗർ ഏറ്റവും താഴെ കണ്ടതാണ് അല്ലെ. അപ്പം സിംഗിൾ വിയുടെ നേരെ താഴെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ബാക്കിംഗ് റൺ അങ്ങ് കൊടുക്കുന്നു. അപ്പം ഈ ഫിഗർ നോക്കി ഇനി നിങ്ങൾക്ക് അത് ക്ലിയർ ആവും. സിംഗിൾ വി ഉണ്ട്, അതിന്റെ താഴെ എന്തുണ്ട്, ബാക്കിംഗ് റൺ കൂടെ കൊടുത്തിട്ടുണ്ട്. അപ്പം ആ ബാക്കിംഗ് റണ്ണിന്റെ കേസ് എന്താണ്, സിംഗിൾ വിയും ഫ്ലാറ്റ് ആണ്. അപ്പൊ വിയുടെ മുകളിൽ ഒരു ബാർ വെച്ചു, ഫ്ലാറ്റ് ബാക്കിംഗ് റൺ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ബാക്കിംഗ് റണ്ണിന്റെ താഴെ എന്ത് ചെയ്യണം, ഒരു ബാർ വെക്കണം. അപ്പം അതിന്റെ ഇലുസ്ട്രേഷൻ നോക്കി കഴിഞ്ഞാൽ ഈ ഒരു വെൽഡ് കംപ്ലീറ്റ് ആവുമ്പോൾ വരുന്ന ഷേപ്പ് എന്ന് പറയുന്നത് മുകളിലെ വിയുടെ മുകൾ വശം ഫ്ലാറ്റ് ചെയ്തിരിക്കുന്നു, താഴത്തെ ബാക്കിംഗ് റണ്ണിന്റെ പ്രൊഫൈൽ അല്ല സർഫസും എന്ത് ചെയ്തിരിക്കുന്നു, ഫ്ലാറ്റ് ആക്കി വെച്ചിരിക്കുകയാണ്. അപ്പം ഇതാണത് ഫ്ലാറ്റ് സിംഗിൾ വി ബട്ട് വിത്ത് ഫ്ലാറ്റ് ബാക്കിംഗ് റൺ എന്ന് പറയുന്നത്. അപ്പം ഇതെല്ലാം നമ്മൾ എലമെന്ററി സിമ്പിളിന്റെ കൂടെ സപ്ലിമെന്ററി സിമ്പിളുകളെ അപ്ലിക്കബിൾ ആക്കി വെച്ചുകൊണ്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന കുറച്ച് എക്സാമ്പിൾസ് ആണ്. അപ്പൊ ഇത് നിങ്ങൾക്ക് അറിയാവുന്നതായി നിങ്ങൾക്ക് എങ്ങനെ ചോദിച്ചാലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആൻസർ ചെയ്യാനായിട്ട് പറ്റും. കാരണം ഇത്രയും സിമ്പിൾസേ ഉള്ളൂ സപ്ലിമെന്റ്. അപ്പൊ ഇത് ഏത് സ്ഥലത്ത് വന്നാലും ഈ രീതിയിൽ ആ സിമ്പിളിനെ എന്ത് ചെയ്യാൻ മതി, ഫ്ലാറ്റ് എന്നോ കോൺവെക്സ് കോൺകേവ് എന്നോ കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് ആൻസർ ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഇത് ബേസിക് കാര്യങ്ങളാണ്, ഇത്ര അറിഞ്ഞിരുന്നത്.